ഫാത്തിമ ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, മുത്തേടം, എടക്കര, നിലമ്പൂർ. രാജിപ്രഖ്യാപനവും ഫലം കണ്ടില്ല. ചാലിയാർ സർവീസ് ബാങ്കിലെ ജീവനക്കാരിയുടെ നിയമനം അംഗീകരിച്ച് പാർട്ടി നേതൃത്വം. കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ചാലിയാർ സർവീസ് സഹകരണ ബാങ്കിലെ ജീവനക്കാരിയുടെ നിയമനം റാങ്ക് ലിസ്റ്റും മാനദണ്ഡങ്ങളും പാലിച്ചായതിനാൽ മറ്റൊരു ആലോചന വേണ്ടെന്ന നിഗമനത്തിൽ പാർട്ടി എത്തിയത്. ജീവനക്കാരിയുടെ നിയമനത്തിൽ പ്രതിഷേധിച്ച് ചാലിയാർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് തോണിയിൽ സുരേഷ്, ഡിസിസി പ്രസിഡന്റ് VS ജോയ്, നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ് എന്നിവർക്ക് രാജിസന്നദ്ധ അറിയിച്ച് കത്ത് നൽകിയിട്ടുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടായിട്ടില്ല. ഡിസിസി ജനറൽ സെക്രട്ടറി ഹാരിസ് ബാബുവിന്റെ ഭാര്യയ്ക്കാണ് ജോലി ലഭിച്ചത്. കഴിഞ്ഞ ദിവസം ഇവർ ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു. ഇവരാണ് റാങ്ക് ലിസ്റ്റിൽ 1-ാം സ്ഥാനത്ത് ഉണ്ടായിരുന്നത്. 2-ാം സ്ഥാനത്ത് യൂത്ത് കോൺഗ്രസ് നേതാവ് ശ്യാംജിത്തിന്റെ ഭാര്യയും 3-ാം സ്ഥാനത്ത് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് തോണിയിലിന്റെ ഭാര്യയുമായിരുന്നു. നിയമനവുമായി ബന്ധപ്പെട്ട തർക്കം പരിഹരിക്കാൻ കഴിഞ്ഞ ദിവസം നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് ഓഫീസിൽ ബ്ലോക്ക് പ്രസിഡന്റ് പാലോളി മെഹബൂബ്, ഡിസിസി ജനറൽ സെക്രട്ടറി A ഗോപിനാഥ് എന്നിവർ ചാലിയാർ പഞ്ചായത്തിലെ നേതാക്കളുമായി ചർച്ച നടത്തുകയും നിലവിലെ നിയമനം അംഗീകരിക്കാനും പിന്നീട് വരുന്ന ഒഴിവുകൾ റാങ്ക് ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ പരിഗണിക്കാനുമാണ് തീരുമാനിച്ചത്. ഹാരിസ് ബാബുവും സുരേഷ് തോണിയിലും കോൺഗ്രസിൽ കഴിഞ്ഞ 1/4 നൂറ്റാണ്ടിലേറെയായി പ്രവർത്തിച്ചു വരുന്നവരാണ്. ശ്യാംജിത്ത് യൂത്ത് കോൺഗ്രസിന്റെ നേതാവാണ്. ബാങ്ക് നിയമനത്തിൽ ബാങ്ക് പ്രസിഡന്റ് ഏകപക്ഷീയമായ നിലപാട് എടുത്തുവെന്ന് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് തോണിയിൽ സുരേഷ് പക്ഷത്തിന്റെ ആരോപണം പാർട്ടി നേതൃത്വം മുഖവിലയ്ക്ക് എടുത്തില്ല. ചട്ടങ്ങൾ പാലിച്ചാണ് ബാങ്ക് പ്രസിഡന്റ് ബെന്നി കൈതോലി നിയമന നടപടി സ്വീകരിച്ചതെന്നും പാർട്ടി വിലയിരുത്തി. കഴിഞ്ഞ ദിവസം നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് ഓഫീസിൽ നടന്ന ചർച്ചയിൽ അഡ്വക്കേറ്റ് യൂനസ് സലീം, നാലകത്ത് ഹൈദരാലി, ബാങ്ക് പ്രസിഡന്റ് ബെന്നി കൈതോലി, EP മുരളി എന്നിവർ പങ്കെടുത്തിരുന്നു. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പെരുമ്പത്തൂർ ജനറൽ വാർഡ് ആയിരുന്നുവെങ്കിലും മണ്ഡലം പ്രസിഡന്റ് സുരേഷ് തോണിക്ക് മത്സരിക്കാൻ അവസരം നൽകാതെ സുരേഷ് വിരുദ്ധ പക്ഷം കൈകോർത്തതോടെ ജനറൽ വാർഡിൽ അന്നത്തെ അംഗമായ വനിതാ നേതാവിനെ തന്നെ മത്സരിപ്പിക്കുകയായിരുന്നു. സുരേഷ് രാജിസന്നദ്ധ അറിയിച്ചതായി സൂചന ലഭിച്ചതോടെ മണ്ഡലം പ്രസിഡന്റ് സ്ഥാനം ലക്ഷ്യമിട്ട് ചിലർ കരുനീക്കം ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ രാജി സ്വീകരിക്കാനുള്ള സാധ്യത കുറവാണ്. ബാങ്ക് നിയമനവുമായി ബന്ധപ്പെട്ട് നേതാക്കളും പ്രവർത്തകരും 3 ചേരികളായി മാറിയിട്ടുള്ളത് പാർട്ടിക്ക് തലവേദനയാകുകയാണ്. പുതിയ നിയമനത്തിൽ ലീഗിനും അതൃപ്തിയുണ്ടെന്ന സൂചനയും പുറത്തുവരുന്നുണ്ട്. എന്നാൽ ലീഗ് ഈ വിഷയത്തിൽ വിവാദത്തിനില്ലെന്നാണ് അറിയുന്നത്. A+ വിഷൻ, ചാലിയാർ. +2 കഴിഞ്ഞില്ലേ? ഇനി ഡിഗ്രിക്ക് എവിടെ ജോയിൻ ചെയ്യും? നമ്മുടെ തൊട്ടടുത്ത് ഇത്ര നല്ലൊരു ക്യാമ്പസ് ഉള്ളപ്പോൾ ഈ കൺഫ്യൂഷൻ എന്തിനാ? അതെ, ഫാത്തിമ തന്നെ. We provide BSc and BA in 4 disciplines. BCom in 3 disciplines, AICTE approved, BBA and Bachelor of Travel and Management with several industry relevant add-on courses. College location എടക്കര കരുളായി റോഡിൽ മൂത്തെടുത്താണ്. അപ്പോൾ എങ്ങനെ ഫാത്തിമ ഫിക്സ് ആക്കുവല്ലേ? At Fatima, we don't just preach, we inspire. ഫാത്തിമ ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, മുത്തേടം, എടക്കര, നിലമ്പൂർ.